ഓം ഭദ്രകാളിയേ നമ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ജൂലൈ മാസം 4-ാം തീയതി മുതൽ നല്ലൊരു മാറ്റം, അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങൾ അനുഭവത്തിൽ വരുന്ന 4 രാശികളിൽ ഉൾപ്പെടുന്ന നക്ഷത്രജാതകരെ പറ്റിയാണ്. എന്താണ് ജൂലൈ 4 മുതൽ ആ ഒരു പ്രത്യേകത എന്ന് നോക്കിയാൽ, ജൂലൈ 4-ാം തീയതി ശുക്രൻ്റെ രാശിമാറ്റം സംഭവിക്കുകയാണ്. ശുക്രൻ ചിങ്ങം രാശിയിലേക്ക് രാശി മാറി വരുന്ന സമയമാണ്. ഈ ഒരു ശുക്രൻ്റെ രാശിമാറ്റത്തോടുകൂടി ഒരു 4 രാശിക്കാരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ശുക്രൻ നമ്മുടെ ലൗകിക ജീവിതത്തിന് ഏറ്റവും ഗുണഫലം നൽകുന്ന ഗ്രഹമാണ്. ആ ശുക്രൻ എപ്പോഴൊക്കെയാണോ രാശിക്ക് വളരെ നല്ല ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നത്, ആ സമയം ചില രാശിക്കാരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ, നേട്ടങ്ങൾ, അങ്ങനെയുള്ള ഗുണഫലങ്ങളൊക്കെ വന്നു ചേരും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് നിങ്ങൾക്കാർക്കെങ്കിലും ഇപ്പോൾ ജാതകപ്രകാരം ശുക്രമഹാദശ നടക്കുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ദശയിൽ ശുക്രൻ്റെ അപഹാരമാണെങ്കിൽ, ശുക്രൻ ജാതകവശാൽ ശുഭനാണെങ്കിലൊക്കെ വളരെയധികം നേട്ടങ്ങളാണ് ലഭിക്കുക. ഇത് നമ്മൾ ആ ശുക്രൻ ചിങ്ങം രാശിയിലേക്ക് വരുന്നതിൻ്റെ ഒരു പൊതുഫലമാണ് രാശിയുടെ അടിസ്ഥാനത്തിൽ പറയുന്നത്. നിങ്ങളെ ഓരോരുത്തരെയും സംബന്ധിച്ച് അവരവരുടെ ജീവിതത്തെപ്പറ്റി വ്യക്തമായി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു സമയത്ത് സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. അതാണ് ഏറ്റവും ഉത്തമവും. ഇനി നമുക്ക് ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ ശുക്രരാശി മാറ്റം ഏറ്റവും അധികം ഗുണം ലഭിക്കുന്നത് എന്ന് നോക്കാം. മേടം രാശിക്കാരായ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഈ ശുക്രരാശി മാറ്റം അത്യുത്തമമാണ്. നിങ്ങളെ സംബന്ധിച്ച് ശുക്രൻ 5-ാം ഭാവമായ പൂർവ്വ പുണ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയത്തിൻ്റെ ആരംഭമാണ്. ചിങ്ങം രാശിയുടെ അധിപൻ സൂര്യനാണ്. സൂര്യൻ മേടം രാശിക്കാരെ സംബന്ധിച്ച് പൂർവ്വ പുണ്യസ്ഥാനത്തിൻ്റെ തന്നെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ്. ആ സൂര്യൻ്റെ രാശിയായ ചിങ്ങത്തിലേക്ക് ശുക്രൻ രാശി മാറി വരുമ്പോൾ നിങ്ങൾ മേടം രാശിക്കാർക്ക് അനുഭവത്തിൽ വരുന്നത് സാമ്പത്തിക നേട്ടങ്ങളാണ്. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ ആ പണം സംബന്ധിച്ച കഷ്ടതകൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുക. നിങ്ങളുടെ ആവശ്യങ്ങൾ നടത്തുവാനുള്ള ധനം നിങ്ങളുടെ കൈകളിൽ ഉണ്ടാകും. നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൽ കൂടെയൊക്കെ ധാരാളം ധനവരുമാനം വന്നു ചേരും. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നും വ്യക്തികളുടെ കയ്യിൽ നിന്നുമൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടുന്ന പണം വന്നു ചേരുന്ന അനുഭവം ഉണ്ടാകും. തീർച്ചയായിട്ടും എത്ര വലിയ കടബാധ്യതകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു മേടം രാശിക്കാർക്കും അപ്രതീക്ഷിതമായ ഒരു സാമ്പത്തിക മുന്നേറ്റം, കടബാധ്യതകളിൽ നിന്നുള്ള മുക്തി ഈ ശുക്രരാശി മാറ്റം നൽകും. നിങ്ങളുടെ കുടുംബത്തിൽ പലതരത്തിലുള്ള നല്ല കാര്യങ്ങൾ, മംഗളകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. പലർക്കും ഈ ഒരു ശുക്രരാശി മാറ്റത്തോടുകൂടി മുടങ്ങിക്കിടന്നിരുന്ന ഒരു വീടിൻ്റെ, ഗൃഹത്തിൻ്റെ നിർമ്മാണം പുനരാരംഭിക്കുവാനും ചിലർക്ക് ഭൂമിയൊക്കെ വാങ്ങുവാനുള്ള യോഗവുമൊക്കെ ഈ കാലഘട്ടങ്ങളിൽ ശുക്രൻ നൽകും. അതുപോലെ ഈ ഒരു രാശിമാറ്റത്തോടുകൂടി പൂർവിക വഴി ലഭിക്കേണ്ട ഭൂമിയോ മറ്റു കാര്യങ്ങളോ ഒക്കെ ലഭിക്കാനായിട്ടുള്ളവരാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി അതിലൊക്കെ തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വിട്ടുമാറി പൂർവിക വഴിയിലുള്ള സ്വത്ത് വകകൾ ലഭിക്കുന്ന സമയം. അതുപോലെ ദാമ്പത്യ കുടുംബജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ ശുക്രരാശി മാറ്റത്തോടുകൂടി വിട്ടുമാറുകയും ദാമ്പത്യ കുടുംബജീവിതത്തിൽ ജീവിത പങ്കാളിയിൽ നിന്ന് ഒരു സുഖം, സമാധാനം, സന്തോഷമൊക്കെ ലഭിക്കുക. വിവാഹ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന കാലതാമസം, തടസ്സങ്ങൾ വിട്ടുമാറി അനുയോജ്യമായിട്ടുള്ള വിവാഹ യോഗം ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. പൂർവ്വപുണ്യസ്ഥാനത്ത് ശുക്രൻ സഞ്ചരിക്കുമ്പോൾ മേടം രാശിയിൽപ്പെട്ട മാതാപിതാക്കളെ സംബന്ധിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ, കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അവർക്കൊരു ഉയർ വിദ്യാഭ്യാസം ലഭിക്കുന്ന സമയം. വിദേശ ജോലിക്കും വിദേശ പഠനത്തിനുമൊക്കെ ആഗ്രഹിക്കുന്നവർക്കും അതിനുവേണ്ടി തയ്യാറെടുക്കുന്നവർക്കുമൊക്കെ സമയം വളരെ ഉത്തമമാണ്. ശുക്രൻ്റെ ഒരു അനുഗ്രഹം ലഭിക്കും. നിങ്ങളുടെ കുട്ടികൾക്ക് കഴിഞ്ഞ കുറേ നാളുകളായി ഒരു വിവാഹത്തിനൊക്കെ ആലോചിച്ച് മുന്നിട്ടിറങ്ങി പരിശ്രമിച്ച്, പക്ഷെ പല കാര്യകാരണങ്ങൾ കൊണ്ട് ആ വിവാഹം കാലതാമസപ്പെട്ട് തടസ്സപ്പെട്ട് നിന്നു പോകുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവർക്ക് നല്ല അനുയോജ്യമായിട്ടുള്ള മംഗല്യഭാഗ്യം, വിവാഹയോഗം ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടാകും. ഒരുപാട് നാളുകളായി വിവാഹം കഴിഞ്ഞ് ഒരു സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈശ്വരൻ സന്താന ഭാഗ്യം നൽകുന്ന സമയവുമാണ്. എല്ലാം കൊണ്ടും ഈ ഒരു ശുക്രൻ്റെ അനുഗ്രഹം മേടം രാശിയിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മാറ്റങ്ങളായിരിക്കും നൽകുക. ശുക്രൻ എന്ന് പറഞ്ഞാൽ തന്നെ അത്രമേൽ ശുഭനാണ്, ലൗകിക ജീവിതത്തിന് ഗുണഫലം നൽകുന്ന ഗ്രഹം.
ആ ഗ്രഹം 5-ാം ഭാവമായ പൂർവ്വപുണ്യ സ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലം മേടം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് ചിങ്ങം രാശിയിലേക്കുള്ള ആ ഒരു ശുക്രൻ്റെ രാശിമാറ്റം മേടം രാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വളരെ ഗുണഫലം നൽകുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് കുടുംബ സ്ത്രീകളെ സംബന്ധിച്ച്, മേടം രാശിയിൽ വരുന്ന കുടുംബ സ്ത്രീകളെ സംബന്ധിച്ച് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ഫലങ്ങൾ ലഭിക്കുന്ന സമയമാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ഇടവം രാശിക്കാരായ കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചും സമയം വളരെ അനുകൂലമാണ്. ഇടവം രാശിക്കാരായ നിങ്ങളുടെ രാശിയുടെ അധിപനാണ് ശുക്രൻ. ഇടവ ലഗ്നത്തിൽ ജനിക്കുന്നവർക്ക് ലഗ്നാധിപനും ശുക്രനാണ്. ആ ശുക്രൻ നിങ്ങളെ സംബന്ധിച്ച് 4-ാം ഭാവമായ കേന്ദ്രസ്ഥാനത്ത് ചിങ്ങം രാശിയിൽ അസുഖസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയമാണ്. പൊതുവെ ശുക്രൻ്റെ 4-ാം ഭാവത്തിലുള്ള ഈ ഒരു സ്ഥിതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ ഗുണഫലങ്ങളാണ് നൽകുന്നത്. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് സൂര്യൻ ഏറ്റവും ശുഭനായിട്ടുള്ള ഒരു ഗ്രഹമാണ്. അതും 4-ാം ഭാവമായ സുഖസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹം. ആ സുഖസ്ഥാനത്തിൻ്റെ അധിപതിയുടെ രാശിയായ ചിങ്ങത്തിലേക്ക് നിങ്ങളുടെ രാശിയുടെ അധിപനായ ശുക്രൻ കൂടി വരുമ്പോൾ നിങ്ങളിപ്പോൾ മാനസികമായും ശാരീരികമായും ഒക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ വിട്ടുമാറും. നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ഒരു സുഖം, സമാധാനം, സന്തോഷം ലഭിക്കുന്ന അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക. ആരോഗ്യപരമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഇടവം രാശിക്കാരുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം ലഭിക്കും. നടത്തിവരുന്ന ചികിത്സകൾ പൂർണ്ണ ഫലത്തിൽ ലഭിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള വിഷമതകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ വിട്ടുമാറി മാതാവിൻ്റെ ആരോഗ്യം പൂർണ്ണമായി വീണ്ടും കിട്ടുക. മാതാവ്, മാതൃസ്ഥാനത്തുള്ള വ്യക്തികളിൽ നിന്ന് അപ്രതീക്ഷിതമായ ഗുണാനുഭവങ്ങൾ ലഭിക്കുക. അതുപോലെ ഈ ഒരു ശുക്രരാശി മാറ്റം ഇടവം രാശിയിൽപ്പെട്ട പലർക്കും ഒരു വാടക ഗൃഹത്തിൽ നിന്ന് സ്വന്തം ഭവനത്തിലേക്ക് മാറുന്നതിനുള്ള ഒരു സാഹചര്യം നൽകും. മുടങ്ങിക്കിടന്നിരുന്ന ആ ഗൃഹനിർമ്മാണം പുനരാരംഭിക്കുവാൻ പലർക്കും പുതിയതായി സ്വന്തമായ ഭൂമിയും ഗൃഹത്തിനും ഒക്കെയുള്ള യോഗം ലഭിക്കുന്ന സമയമാണ്. നിങ്ങളെ സംബന്ധിച്ച് 4-ാം ഭാവത്തിലെ ശുക്രൻ്റെ സ്ഥിതി സ്വന്തമായ ഭൂമി, ഗൃഹത്തിനൊക്കെയുള്ള യോഗവും ഇടവം രാശിയിൽപ്പെട്ട പലർക്കും നൽകുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളും മാറുന്ന സമയമാണ്. അത് കടബാധ്യതകളായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലും അതുപോലെ കുടുംബത്തിലോ സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ അനുഭവിക്കുന്ന അനാവശ്യ എതിർപ്പുകൾ, നിങ്ങൾ എത്ര നന്മ ചെയ്താലും നിങ്ങൾ നേരിടേണ്ടി വരുന്ന അനാവശ്യ എതിർപ്പുകൾ, ശത്രുതാ മനോഭാവങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിട്ടുമാറുന്നതാണ്. എല്ലാ കാര്യത്തിലും വളരെ നല്ലൊരു മാറ്റം വന്നു ചേരും. അതുപോലെ തന്നെ ഏതെങ്കിലും കോടതി കേസ് വ്യവഹാരങ്ങളിൽ ഉൾപ്പെട്ട് അതുമൂലം മാനസിക ബുദ്ധിമുട്ടോ സാമ്പത്തിക ബുദ്ധിമുട്ടോ അനുഭവിക്കുന്നവരാണെങ്കിൽ അതും പൂർണ്ണമായി വിട്ടുമാറുന്ന ഏറ്റവും അത്യുത്തമമായിട്ടുള്ള ഒരു സമയമാണ്. ഈ ശുക്രരാശി മാറ്റം ഇടവം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിലെ പല ആഗ്രഹങ്ങളും സാധിക്കുന്ന ഒരു സമയം. കഴിഞ്ഞ കുറേ നാളുകളായി ഏതെങ്കിലും ഒരു കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ച് പ്രയത്നിച്ച് പരിശ്രമിച്ച് അത് പൂർത്തീകരിക്കാൻ കഴിയാതെ പകുതി വഴിയിൽ മുടങ്ങി നിൽക്കുന്ന അനുഭവമുണ്ടെങ്കിൽ അതൊക്കെ പുനരാരംഭിച്ച് പൂർത്തീകരിക്കുവാൻ സാധിക്കും. നല്ല ജോലി ലഭിക്കുന്ന സമയം, ജോലിയിൽ കൂടെ ധാരാളം ധനവരുമാനം ഉണ്ടാവുക, അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾ, ഗുണഫലങ്ങൾ വന്നു ചേരും. ദാമ്പത്യ കുടുംബജീവിതത്തിൽ സുഖം, സമാധാനം ലഭിക്കുക. അതുപോലെ ലൗകികപരമായിട്ടുള്ള എല്ലാ സുഖാനുഭവങ്ങളും ലഭിക്കുന്ന സമയമാണ്. നിങ്ങളെ സംബന്ധിച്ച് നല്ല മംഗല്യഭാഗ്യവും ഈ ഒരു കാലഘട്ടങ്ങളിൽ ലഭിക്കുന്നതായിരിക്കും. പൊതുവെ ഈ ഒരു ശുക്രരാശി മാറ്റം ഇടവം രാശിക്കാരെ സംബന്ധിച്ച് വളരെ വലിയ മാറ്റങ്ങളാണ് നൽകുന്നത്. അത് എല്ലാ തരത്തിലും, ആരോഗ്യമാണെങ്കിലും സാമ്പത്തികമാണെങ്കിലും മനസ്സമാധാനമാണെങ്കിലും ദാമ്പത്യ കുടുംബജീവിതം, ചെയ്യുന്ന ജോലി, ഇതിലൊക്കെ നിങ്ങൾക്ക് ഈ ശുക്രരാശി മാറ്റം വളരെ വലിയ നേട്ടങ്ങൾ നൽകും. നിങ്ങളെ സംബന്ധിച്ച് ഈ സമയം അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് വ്യക്തിപരമായി നിങ്ങളുടെ ജാതകപ്രകാരം നടക്കുന്ന ദശാകാലങ്ങളും മറ്റും അറിഞ്ഞ് മുന്നോട്ട് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് ഏറ്റവും ഉത്തമമായിരിക്കും. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി തുലാം രാശിക്കാരായ ചിത്തിര, ചോതി, വിശാഖം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഏറ്റവും അത്യുത്തമമായിട്ടുള്ള ഫലങ്ങളാണ് ഈ ഒരു ശുക്രരാശി മാറ്റം നിങ്ങൾക്ക് നൽകുന്നത്. ശുക്രൻ നിങ്ങൾക്ക് 11-ാം ഭാവമായ സർവാഭീഷ്ട ലാഭസ്ഥാനത്തേക്കാണ് വരുന്നത്. തുലാം രാശിക്കാരായ നിങ്ങൾക്ക് നിങ്ങളുടെ രാശിയുടെ അധിപനും ശുക്രനാണ്. തുലാം ലഗ്നത്തിൽ ജനിക്കുന്നവർക്ക് ലഗ്നാധിപനും ശുക്രൻ. ഈ 11-ാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്ന കാലം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ, നന്മകളാണ് ലഭിക്കുന്നത്.
നിങ്ങളുടെ കൈകളിലേക്ക് ധാരാളം പണം വന്നു ചേരുന്ന ഒരു അനുഭവം ഉണ്ടാകും. ചെറുതോ വലുതോ ആയിട്ടുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു സമ്പാദ്യം നിങ്ങളിലേക്ക് വരുന്ന ഒരു സമയമാണ്. നിങ്ങൾ ചെയ്യുന്ന ജോലി, നിങ്ങളുടെ ബിസിനസ് മുഖാന്തരം നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ലാഭകരമായിട്ട് മാറുന്ന ഒരു അനുഭവം ഉണ്ടാകും. പലർക്കും പല പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനുള്ള സമയമാണ്. പുതിയൊരു ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും. പുതിയ തൊഴിൽ, ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കാൻ സാധിക്കുക. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ആഗ്രഹിക്കുന്നത് പോലെ കഴിഞ്ഞ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു ജോലി മാറ്റമോ പദവി ഉയർച്ചയോ സ്ഥാനമാറ്റമോ ഇടം മാറ്റമോ ഒക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയം. ചെയ്തുകൊണ്ടിരുന്ന തൊഴിൽ, ബിസിനസ്സിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി ബിസിനസ്സൊക്കെ വളരെ ലാഭകരമായി മുന്നോട്ട് പോകുന്ന അനുഭവം. പലർക്കും പാർട്ട്ണർഷിപ്പിലൊക്കെ പുതിയ ബിസിനസ്, തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ സാധിക്കുന്ന ഒരു സമയവുമാണ്. പിതൃസ്ഥാനത്തുള്ള വ്യക്തികളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വളരെയധികം അനുഗ്രഹവും നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത പല ഭാഗ്യാനുഭവങ്ങളും ഈ ഒരു സമയത്ത് വന്നു ചേരുന്നതാണ്. പൊതുവെ തുലാം രാശിക്കാരെ സംബന്ധിച്ച് ശുക്രൻ അഷ്ടമാധിപതിയാണ്. അഷ്ടമമെന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്ന ഏറ്റവും അധികം ഗുണഫലങ്ങൾ നൽകുന്ന ഭാവത്തിൻ്റെ അധിപതി. ഈ ഒരു കാലഘട്ടം, ഈ ശുക്രൻ 11-ൽ സഞ്ചരിക്കുന്ന കാലഘട്ടം നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത പലതരത്തിലുള്ള നല്ല ഗുണാനുഭവങ്ങളുമാകും ലഭിക്കുക. ചിലർക്ക് ഏറെക്കാലമായി പ്രതീക്ഷിച്ചിരുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ അനുഭവത്തിൽ വരും. അത് ഒരു വിദേശ ജോലി ഭാഗ്യമായിട്ടാകാം, സ്വന്തമായിട്ടൊരു ഭൂമി വാങ്ങുന്നതോ അല്ലെങ്കിൽ ഗൃഹം നിർമ്മിക്കുവാൻ ആരംഭിക്കുന്നതോ ഇങ്ങനെ തുടങ്ങിയ കാര്യകാരണങ്ങളാകാം. അതല്ലെങ്കിൽ ചില വ്യക്തികളെ സംബന്ധിച്ച് ഒരുപാട് കാലങ്ങളായിട്ട് ശരീരത്തിനുണ്ടായിരുന്ന ആ ബുദ്ധിമുട്ട്, ഏതെങ്കിലും രോഗദുരിതങ്ങൾ വിട്ടുമാറുക, അങ്ങനെയുള്ള ഗുണാനുഭവങ്ങളൊക്കെ ഈ ശുക്രൻ നൽകും. ലൗകികപരമായിട്ട് ഒരുപാട് നാളുകളായി പല കാര്യകാരണങ്ങൾ കൊണ്ട് അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതികൾക്ക് ഒരുമിച്ച് ചേരുവാനുള്ളൊരു ഭാഗ്യം ഈ ഒരു സമയത്ത് ശുക്രൻ നൽകും. ദാമ്പത്യത്തിലും നിങ്ങൾക്ക് പലതരത്തിലുള്ള ഒരു സുഖം, സമാധാനം, സന്തോഷം ശുക്രരാശി മാറ്റം നൽകുന്നതാണ്. വിവാഹ കാര്യങ്ങളിലും അതിൻ്റേതായിട്ടുള്ള നല്ല മാറ്റം, ഗുണഫലങ്ങളാണ് ലഭിക്കുക. പൊതുവേ ഈ ഒരു ശുക്രരാശി മാറ്റം തുലാം രാശിയിൽപ്പെട്ട ചിത്തിര, ചോതി, വിശാഖ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് അവരവരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളായിരിക്കും ലഭിക്കുക. ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ആഗ്രഹിക്കുന്ന ഉയർ വിദ്യാഭ്യാസം അല്ലെങ്കിൽ വിദേശ പഠനം, ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ, ഒരു ജോലി അന്വേഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുക. വിദേശ ജോലി, വിദേശവാസമൊക്കെ അനുഭവത്തിൽ വരും. വിവാഹപ്രായത്തിലുള്ളവർക്ക് അനുയോജ്യമായിട്ടുള്ള മംഗല്യഭാഗ്യം. അങ്ങനെ പല തരത്തിലാണ് ഈ ഒരു ശുക്രരാശി മാറ്റം നിങ്ങളെ ഓരോരുത്തരെയും സ്വാധീനിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഈ ശുക്രരാശി മാറ്റത്തോടുകൂടി തുലാം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് ചിത്തിര, ചോതി, വിശാഖ നക്ഷത്ര ജാതകർക്ക് പലർക്കും പലതരത്തിലുള്ള മാറ്റങ്ങളും യോഗഫലങ്ങളും നന്മകളും എല്ലാം വന്നു ചേരുന്ന സമയമാണ്. ശുക്രൻ നിങ്ങളെ സംബന്ധിച്ച് അത്രമേൽ ശുഭത്വമുള്ള ഗ്രഹമാണ്. ഒരുപാട് കാലങ്ങളായി നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഈ ഒരു ശുക്രരാശി മാറ്റത്തോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവത്തിൽ വരും. ഇനി അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തെപ്പറ്റി കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജനന ജാതകം പരിശോധിച്ച് ലഗ്നത്തിനെ അടിസ്ഥാനമാക്കി ഇപ്പോൾ നടക്കുന്ന ദശാകാലങ്ങളും ഒക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകാം. പൊതുവെ ഈ ശുക്രരാശി മാറ്റം തുലാം രാശിക്കാർക്ക് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വളരെ നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ എല്ലാം നൽകുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ധനുരാശിയിൽ വരുന്ന മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്ര ജാതകർക്ക് ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയമാണ്. ധനുരാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ് സൂര്യൻ, 9-ാം ഭാവത്തിൻ്റെ അധിപതി. ശുക്രൻ ചിങ്ങം രാശിയിലേക്ക് വരുമ്പോൾ അത് ധനുരാശിക്കാരെ സംബന്ധിച്ച് ഭാഗ്യാധിപതിയുടെ രാശിയാണ്. ആ രാശിയിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, ഗുണഫലങ്ങൾ, നന്മകളാണ് അനുഭവത്തിൽ വരിക. ഭാഗ്യമെന്ന് പറയുന്നത് പലർക്കും പലതരത്തിലായിരിക്കും അനുഭവത്തിൽ വരുന്നത്. ചിലരെ സംബന്ധിച്ച് ഏറെക്കാലമായി ജീവിതത്തിൽ ആഗ്രഹിച്ചിരുന്ന പല മാറ്റങ്ങളും അനുഭവത്തിൽ വരുന്ന സമയമാണ്. ഒരു ജോലി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ധനുരാശിയിൽപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും കഴിവിനും അനുസരിച്ചിട്ടുള്ളൊരു ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും. ഏറെക്കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഒരു നല്ല മാറ്റം പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ ഈ ശുക്രരാശി മാറ്റത്തോടുകൂടി അങ്ങനെയുള്ളൊരു മാറ്റം ലഭിക്കും. വിദേശത്തേക്കൊരു ജോലിക്ക് ശ്രമിക്കുന്നവരാണെങ്കിൽ അതിലുള്ള തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറി വിദേശ ജോലിയും വിദേശവാസവും അനുഭവത്തിൽ വരുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ, കഴിഞ്ഞ കുറേ കാലങ്ങളായി ഏതെങ്കിലും ഒരു അസുഖത്തിന് നിരന്തരമായി ചികിത്സകൾ നടത്തി വരുന്നവരാണെങ്കിൽ
ആ ഒരു ചികിത്സകൾക്ക് പൂർണ്ണ ഫലം ലഭിക്കുക, ശരീരത്തിനുണ്ടായിരുന്ന ആ ബുദ്ധിമുട്ടുകൾ, രോഗദുരിതങ്ങളിൽ നിന്ന് ശരീരം മുക്തമായി ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം വീണ്ടും കിട്ടുന്ന ഒരു സമയമാണ്. അതുപോലെ ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ, വഴക്കുകൾ, തർക്കങ്ങൾ ഇതൊക്കെ വിട്ടുമാറി ഭൂമി നിങ്ങൾക്ക് സ്വന്തമാകുന്ന ഒരു സമയവും, അതുപോലെ ഗൃഹം, വീട് സംബന്ധിച്ചിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും ഒരു മാറ്റം ലഭിക്കുന്ന ഒരു സമയവും കൂടിയാണ് ശുക്രരാശി മാറ്റത്തോടുകൂടി അനുഭവത്തിൽ വരുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള നല്ല മാറ്റങ്ങൾ വന്നു ചേരും. കഴിഞ്ഞ കുറേ കാലമായി എന്ത് ചെയ്താലും ഒരു ലാഭം, ഒരു നേട്ടം ലഭിക്കാതെ മുന്നോട്ട് പോയിരുന്നവരാണ് ധനുരാശിയിൽപ്പെട്ട പലരും. നിങ്ങളെ സംബന്ധിച്ച് ശുക്രരാശി മാറ്റത്തോടുകൂടി നിങ്ങളുടെ കൈകളിലേക്ക് ധാരാളം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള പണം വന്നു ചേരുക, നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം ശുഭകാര്യങ്ങൾക്ക് ചിലവഴിക്കാൻ സാധിക്കുക, ചെറുതാണെങ്കിൽ പോലും ഒരു നീക്കിയിരിപ്പ്, അവരവരുടെ ആവശ്യത്തിന് വേണ്ടി പണം മാറ്റി വയ്ക്കാൻ പറ്റുന്ന ഒരവസ്ഥ ലഭിക്കും. അങ്ങനെ പണം സംബന്ധിച്ചിട്ടും ഒരു മാറ്റം, നേട്ടങ്ങൾ ലഭിക്കും. ഏറെക്കാലമായി മനസ്സിലുണ്ടായിരുന്ന പല ആഗ്രഹങ്ങളും നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയമാണ് ശുക്രരാശി മാറ്റം നൽകുന്നത്. ജീവിതത്തിൽ നിന്ന് കടബാധ്യതകളും അസുഖങ്ങളും അതുപോലെ ആശുപത്രിക്ക് വേണ്ടി ചെലവഴിക്കേണ്ട ആ ഒരു അവസ്ഥയും, നിങ്ങൾ അനുഭവിക്കുന്ന മറ്റ് ശത്രുതാപരമായിട്ടുള്ള പെരുമാറ്റങ്ങളും, മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ വിട്ടുമാറി നിങ്ങൾക്കൊരു മനസ്സമാധാനം, ഒരു സുഖം, സന്തോഷം ലഭിക്കുന്ന ഒരവസ്ഥ അനുഭവത്തിൽ തീർച്ചയായിട്ടും വരും. ഭാഗ്യമെന്ന് പറയുന്നത് പലർക്കും പലതരത്തിലായിരിക്കും അനുഭവത്തിൽ വരിക. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആ കാർമേഘം വിട്ടുമാറി ആ ഒരു ഈശ്വരാനുഗ്രഹം ഈ ശുക്രരാശി മാറ്റത്തോടു കൂടി വന്നു ചേരും. പലർക്കും പിതൃസ്ഥാനത്തുള്ള വ്യക്തികളിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള പല നേട്ടങ്ങളും ഗുണഫലങ്ങളും ലഭിക്കും. പിതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ മനം നൊന്ത് അല്ലെങ്കിൽ മനോവിഷമത്തോടുകൂടി മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അതൊക്കെ വിട്ടുമാറി പിതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് വരുന്ന സമയമാണ്. പൊതുവെ ധനുരാശിയിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈ ശുക്രരാശി മാറ്റം അനുയോജ്യമായ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിത പങ്കാളി ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നല്ല അനുയോജ്യമായുള്ള വിവാഹം ഭാഗ്യമുണ്ടാകുന്ന സമയം, അതുപോലെ പുനർവിവാഹത്തിന് കാത്തിരിക്കുന്നവർക്ക് അതിനും ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയം. ഒരുപാട് നാളുകളായി പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ കൊണ്ടോ രണ്ടിടങ്ങളിലായി കഴിഞ്ഞു വരുന്ന ദമ്പതികൾക്ക് ആ പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറി ഒരുമിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുവാനുള്ളൊരു ഭാഗ്യവും വന്നു ചേരും. അങ്ങനെ എല്ലാ തരത്തിലും ധനുരാശിയിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ശുക്രരാശി മാറ്റം നല്ല ജോലിയും ജീവിതത്തിൽ ഉയർച്ചയും നന്മകളും എല്ലാം നൽകുന്ന ഒന്നാണ്. ഇനി അവരവരുടെ ജീവിതത്തെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ഈ സമയം സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്കെല്ലാവർക്കും ജൂലൈ 4 മുതൽ എല്ലാ നന്മകളും ജീവിതത്തിൽ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി.